ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇടത്തരക്കാരെയും പാവപ്പെട്ടവരെയും ലക്ഷ്മി കടാക്ഷിക്കട്ടെ എന്നാണ്. അതേപോലെ നമ്മുടെ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇടത്തട്ടുകാരെക്കുറിച്ച് മിഡിൽ ക്ലാസ് 8 തവണ ഉപയോഗിച്ചു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ബജറ്റിനെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം മിഡിൽ ക്ലാസ് എന്നാണ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. തലക്കെട്ടിന് വേണ്ടിയുള്ള ബജറ്റും നിശ്ചയമായും തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ബജറ്റാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബജറ്റുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിൽ കൊടുത്തിരിക്കുന്ന ഇളവാണല്ലോ, അല്ലേ? ആദായ നികുതിയിൽ, വരുമാന നികുതിയിൽ നൽകിയിരിക്കുന്ന ഇളവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വന്നിരിക്കുന്നത്. നിശ്ചയമായും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചില സാലറീഡ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം, ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സിലുണ്ടാകുന്ന ഇളവെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ മയങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഇപ്പോൾ ഒന്ന് നോക്കൂ, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ സാലറീഡ് ക്ലാസിൻ്റെ കണക്ക് എത്രയാണ്? ആ കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ IT റിട്ടേൺസ് എടുത്താൽ നമുക്കറിയാൻ പറ്റും. 7.54 കോടി ആളുകളാണ്. ഇനിയിപ്പോൾ കുറച്ച് ആളുകൾ IT റിട്ടേൺസ് കൊടുക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക, ആ പ്രത്യേക സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. നമുക്കൊരു 8 കോടി പേര്, 8 കോടി പേർക്കാണ് ഈ പറയുന്ന ഈ നികുതി ഇളവിൻ്റെ ലാഭം കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്തൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് 140 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു ബജറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ചർച്ച എവിടെ പോയി നിൽക്കുന്നു? കേവലം 8 കോടി ജനങ്ങൾക്ക് മാത്രം ഗുണപ്രദമായിരിക്കുന്നൊരു വരുമാന നികുതിയുടെ ഇളവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇത് തലക്കെട്ടിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബജറ്റാണ് എന്നുള്ളത്. ഞാനിപ്പോഴും ആവർത്തിച്ച് പറയുന്നു, അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ 2014 നരേന്ദ്രമോദി ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ 2.5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി, അല്ലേ, ലിമിറ്റ് എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നീട് 2019 5 ലക്ഷമാക്കി, 2023 അത് 7 ലക്ഷമാക്കി. നമ്മൾ കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു നികുതി ഇളവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. 2024 ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ജനപ്രിയമാകുന്നതിന് വേണ്ടിയിട്ട് 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷത്തിലേക്ക് പിന്നെ ടാക്സ് റിബേറ്റിൻ്റെ സ്ലാബ് മാറ്റും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. മറ്റ് രാഷ്ട്രീയ കാരണങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ അയോധ്യ അടക്കമുള്ള വിഷയങ്ങളൊക്കെ വെച്ച് തന്നെ വളരെ കോൺഫിഡൻസിലായിരുന്നു BJP. അതുകൊണ്ട് ആ സമയത്ത് അവരത് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ ഒട്ടും തന്നെ ജനപ്രിയമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് RSS ഒരു സർവേ നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ജനപ്രിയ പരിപാടികൾ അവതരിപ്പിക്കാൻ സർക്കാരിനോട് സംഘപരിവാറിൽ നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നിർമ്മലാ സീതാരാമൻ ഈ പറയുന്ന ടാക്സ് ലാബിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല എന്ന് സമ്മതിക്കുമ്പോൾ പോലും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് രാജ്യത്ത് കേവലം 8 കോടി ജനങ്ങൾ മാത്രമാണ്. അവിടെയാണ് നമ്മളിപ്പോഴും ചുറ്റിപ്പറ്റി നിന്നിട്ടൊരു വലിയ സംഭവം ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? രാജ്യത്തെ കർഷകരുടെ പ്രശ്നമല്ലേ? ഞാൻ പറയുന്നത് ഒരു 50% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50% ജനങ്ങളും കൃഷിയുമായോ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ പിന്നെ തൊഴിലുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 70 കോടിയോളം വരുന്ന കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ഈ ബജറ്റിൻ്റെ എന്ത് പ്രയോജനമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ്. ഇപ്പം പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു യോജന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ യോജന എന്ന് പറയുന്നത് രാജ്യത്ത് 100 ജില്ലകളെ തിരഞ്ഞെടുത്ത് അവിടെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ നമ്പർ കൂടി ഈ പറയുന്ന നിർമ്മലാ സീതാരാമൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രയാ? 1,76,00,000. നോക്കൂ, 70 കോടി വരുന്ന കർഷകരുടെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ട ഒരു ബജറ്റിനകത്ത് ആകെപ്പാടെ 1,76,00,000 കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കർഷക സമരം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും ഒക്കെ കർഷകർ രാജ്യത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ പ്രോഡക്റ്റിന് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പല പദ്ധതികളും പിന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പദ്ധതികൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില കിട്ടണം, അല്ലെങ്കിൽ അത് സോൾഡ് ഔട്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് എന്ത് നയമാണ് ഈ പറയുന്ന പിന്നെ ബജറ്റിലുള്ളത്? സത്യത്തിൽ കർഷകരോട് ഒരു നീതികേട് ഈ ബജറ്റ് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ ഉൽപ്പാദനത്തിൻ്റെ വർധനവ് പറയുന്നത് നമ്മളിപ്പോൾ ഈ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ശമ്പളത്തിൽ ഈ എന്താ പറയുക, ഇൻകം ടാക്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ വ്യത്യാസമുണ്ടല്ലോ, അതായത് 12 ലക്ഷം രൂപ വരെയുള്ളവർ തന്നെ ആദായ നികുതി കൊടുക്കണ്ട എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ 2 കാരണങ്ങളുണ്ടാണ്. അതിന് ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യത്ത് പ്രൊഡക്ഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, ഉൽപ്പാദനം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഉപഭോഗം സംഭവിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപഭോഗം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ആളുകളെ ഈ സാമ്പത്തികമായി ശാക്തീകരിക്കണം. അങ്ങനെ സാമ്പത്തികമായി ശാക്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുകയുള്ളൂ. ഇപ്പോൾ 12 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്ക് 80,000 രൂപ ലാഭം
വരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ കൺസംഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഈ പറയുന്ന നികുതി ഇളവ് സഹായകരമാവും. അതാ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ ഒരു സമ്മർദ്ദമാണെന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ധാരാളമായി കമ്പോളത്തിലുണ്ടാകുന്നു. ആ കമ്പോളത്തിൽ വന്ന് നിങ്ങൾക്ക് ആളുകൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ അതിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളെ ഇക്കണോമിക്കലി ശാക്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാമതായിട്ട് ഈ സ്ലാബിലെ മാറ്റം വന്നിരിക്കുന്നത്, ആദായ നികുതിയുടെ മാറ്റം വന്നിരിക്കുന്നത്. രണ്ടാമത് വേറൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ, വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഈ ബജറ്റിലുണ്ടോ? വിലക്കയറ്റം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയിലെന്ന് മാത്രമല്ല, വിലക്കയറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ധന വിലയുടെ വർധന അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ഒരു ആശ്വാസവും നൽകാൻ കഴിയാത്ത ബജറ്റ് ഈ പറയുന്നൊരു പൊടിക്കൈയിലൂടെ ഈ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഏതാണ്ട് 8 കോടി ആളുകളുടെ കയ്യടി ഈ കാര്യത്തിൽ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. MSMEയുടെ കാര്യത്തിലേക്ക് വന്നാൽ MSME ആണ് 45% ഓഫ് എക്സ്പോർട്ട് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് എന്ന് ഇന്ന് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മുടെ 45% കയറ്റുമതി ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന മേഖല എന്ന് പറയുന്നത് MSMEs ആണ്. ഈ MSMEയുടെ കാര്യത്തിനകത്ത് ആകപ്പാടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സീലിംഗ് ഉയർത്തിയിട്ടുണ്ട്, അല്ലേ? നിക്ഷേപത്തിൻ്റെ പരിധി ഉയർത്തിയിട്ടുണ്ട്, ക്രെഡിറ്റിൻ്റെ പരിധിയും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ കോവിഡ് ഈ MSME എന്ന് പറയുന്നതിൻ്റെ പല MSMEസും ഈ നല്ല രീതിയിൽ തകർന്നു പോയിട്ടുണ്ട്. ആ തകർന്നു പോയ MSMEs എന്ന് പറഞ്ഞാൽ വലിയ കടബാധ്യതയിലേക്ക് പോയിട്ടുണ്ട്. ആ കടബാധ്യതകൾ പരിഹരിച്ചുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഈ ബജറ്റിലില്ല എന്നുള്ളതാണ്. ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയൊക്കെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പദ്ധതികളിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ എക്കണോമിയെ റിജുവനേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിപ്പം അത്ഭുതകരമാണ്. നിങ്ങളിങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. അതായത് രാജ്യത്ത് ലോകത്തെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും എന്ന് പറയുന്നു. 2047 ആകുമ്പോൾ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ വികസിത ഭാരതമാകും എന്ന് പറയുന്നു. അങ്ങനെ വികസിത ഭാരതമാകണമെങ്കിൽ രാജ്യത്തെ ലോകത്തെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കണമെങ്കിൽ ആരെയാണ് നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ശാക്തീകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരു ചോദ്യം വരും. അതൊരു പോളിസി ഇഷ്യൂ ആണ്. ആ പോളിസി ഇഷ്യൂ ആണ് ഈ പറയുന്ന ബജറ്റിൽ കാണാതിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് രാജ്യത്തെ കർഷകരെ ശക്തിപ്പെടുത്താനുള്ള ഒരു പദ്ധതിയുമില്ല. അതേപോലെ നിങ്ങൾക്ക് ഇടത്തരം വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ ഇതിനെ നവീകരിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും ഒരു പദ്ധതിയുമില്ല. അത്ഭുതകരമായൊരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണല്ലോ തൊഴിലുറപ്പ് നിയമം. ഈ തൊഴിലുറപ്പ് നിയമത്തിൽ നമ്മൾ കഴിഞ്ഞ ബജറ്റിൻ്റെ സമയത്തും പറഞ്ഞതാണ്, എവിടെയാണോ 86,000 കോടി രൂപയാണ് തൊഴിലുറപ്പിന് കഴിഞ്ഞ വർഷം വെച്ചിരുന്നത്, അത് തന്നെ അതിൻ്റെ മുമ്പിലത്തെ വർഷത്തേക്കാൾ 3,000 കോടി കുറവാണ്. ഇവിടെ ഇപ്പോൾ എന്താ, ഇപ്പോഴും 86,000 കോടി രൂപ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ആളുകളെ ശാക്തീകരിക്കണോ ഇല്ലയോ എന്നുള്ള പ്രശ്നത്തിനകത്ത് എങ്ങനെ ആരെ ശാക്തീകരിക്കുന്നുള്ള നമുക്ക് ഗംഭീരമായ വേറൊരു പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ പറഞ്ഞ പുതിയൊരു ഉഡാൻ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, കൂടുതൽ എയർപോർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 120ഓളം ചെറുകിട വിമാനത്താവളങ്ങൾ ഉണ്ടാക്കി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളും പോർട്ടുകളും കൈകാര്യം ചെയ്യുന്ന ആരാണ്? അദാനിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കോർപ്പറേറ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പല പദ്ധതികൾ പ്രഖ്യാപിക്കുക. കാർഷിക മേഖലയിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വളം സബ്സിഡിയുടെ തുക എടുത്ത് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിള ഇൻഷുറൻസിൻ്റെ 3,600 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിള ഇൻഷുറൻസിന് കുറവ് വന്നിരിക്കുന്നത്, നീക്കിയിരിപ്പിൽ കുറവ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കർഷകരെ അഭിസംബോധന ചെയ്യാത്ത, ഗ്രാമീണ മേഖലയെ അഭിസംബോധന ചെയ്യാത്ത, ആ രീതിയിൽ ചെറുകിട വ്യവസായങ്ങളെ അഭിസംബോധന ചെയ്യാത്ത ഒരു ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബജറ്റിൽ ഈ പറയുന്ന ആദായ നികുതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇളവെന്ന് പറയുന്നത് ഈ ബജറ്റിന് ഒരു ജനപ്രിയമായ ബജറ്റാക്കിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ ചർച്ചകൾ നടക്കുന്നു. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ കേവലം 8 കോടി മനുഷ്യർ മാത്രമാണ്. ആ 140 കോടി ജനങ്ങളെ ഒന്നിച്ച് ശാക്തീകരിക്കാൻ കഴിയുന്ന ഒരു ഫിനാൻഷ്യൽ പോളിസി ഈ ബജറ്റ് ലാക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.